ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ക്ലാസ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇനി ആരും വരാനില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ നടത്തിയായിരുന്നു. കൺവേർഷൻസും ഇൻറ്റിജർ റെപ്രസെൻറ്റേഷനും അതേപോലെ തന്നെ ക്യാരക്ടർ റെപ്രസെൻറ്റേഷനും കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ റിവിഷനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾക്കറിയാം വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരുപാട് ഹാർഡ്വെയർസും ഒരുപാട് സോഫ്റ്റ്വെയർസും പഠിക്കാനുള്ളൊരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ഹാർഡ്വെയർ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ടാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്നാണ്. ചാപ്റ്റർ 2 കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. ചാപ്റ്റർ 2 ആണ് കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് തന്നെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ കമ്പ്യൂട്ടറിൻ്റെ കോമ്പണൻസിനെ ഓരോന്നോരോന്നായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ കോമ്പണൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാണ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. കോമ്പണൻസിനെ ഡിവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഹാർഡ്വെയർ, സെക്കൻഡ് വൺ സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന രണ്ട് സബ് ഡിവിഷൻസ് ആണ് നമ്മൾ ഈ കോമ്പണൻസിന് കൊടുക്കുന്നത്. അതിൽ ഓരോന്നും അതിൻ്റെ സബ് ഡിവിഷൻസുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആണ് ഹാർഡ്വെയർ. അപ്പോൾ എന്താണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. അതിൻ്റെ അകത്ത് ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വിസിബിൾ ആൻഡ് ടാഞ്ചിബിൾ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ കാണാനും തൊടാനും പറ്റുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. വിസിബിൾ ആൻഡ് ടാഞ്ചിബിൾ പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. നമ്മൾക്ക് കാണാനും തൊടാനും പറ്റുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകം നമുക്കറിയാം. കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ ഇൻഫർമേഷനൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്നു, മൗസ് ഉപയോഗിച്ച് മൂവ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, നമുക്ക് നേരിട്ട് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ CPU പോലെ അല്ലെങ്കിൽ മോണിറ്റർ പോലെ അല്ലെങ്കിൽ മൗസ് പോലെ, മൗസ് എന്ന് പറയുന്ന സാധനം നമ്മൾക്കറിയാം, നമ്മുടെ കയ്യിലുണ്ട്, കാണാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിവൈസസിനെയാണ് ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. ഹാർഡ്വെയർസിനെ മെയിനായിട്ടും 5 രീതിയിൽ ഡിവൈഡ് ചെയ്തായിരുന്നു. ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ ഹാർഡ്വെയർസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 5 എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ അകത്ത് പ്രോസസ്സർ 5ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ ഒന്നാമത്തേതാണ് പ്രോസസ്സർ, രണ്ടാമത്തേത് മദർ ബോർഡ്, മൂന്നാമത്തേത് പെരിഫറൽസ് ആൻഡ് പോർട്സ്, നാലാമത്തേത് മെമ്മറി, അഞ്ചാമത്തേത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇങ്ങനെ 5 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതിൻ്റെ അകത്ത് ആദ്യത്തെ 3 എണ്ണം അപ്പാടെ ഫോക്കസ് ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രോസസ്സേഴ്സ്, മദർ ബോർഡ്, അതേപോലെ തന്നെ പെരിഫറൽസ് ആൻഡ് പോർട്സ്, ഇത് 3ഉം ഫോക്കസ് ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹാർഡ്വെയർസിൻ്റെ 4ാമത്തെ സബ് ഡിവിഷനായ മെമ്മറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മെമ്മറി. അപ്പോൾ വാട്ട് ഈസ് മെമ്മറി? Memory is used for storing data and instructions for future use. പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡാറ്റയെയും ഇൻസ്ട്രക്ഷൻസിനെയും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെമ്മറി ഉപയോഗിക്കുന്നത്. അപ്പം മെമ്മറി എന്ന് പറയുന്നത് പിന്നീടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറി ഉപയോഗിക്കുന്നത്. മെമ്മറി ഈസ് മെയിൻലി ഡിവൈഡഡ് ഇൻറ്റു 2, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ നോട്ടൊക്കെ നിങ്ങൾ എഴുതിയെടുത്തതാണ്. അതിൻ്റെ നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്ത് പോകണം, നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ബാക്കി ഫോക്കസ് പഠിക്കാൻ പറ്റുന്നവർ ബാക്കി കാര്യങ്ങളും കൂടെ പഠിക്കുക. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമായിരിക്കില്ല, നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അത് ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ മുഴുവൻ കാര്യങ്ങൾ പഠിക്കണം. പക്ഷേ നമ്മൾ ഫോക്കസ് ഏരിയയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ടും നോട്ട് ചെയ്തെടുക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ സെക്ഷനിൽ നിന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോട്ട് എടുത്ത് വെച്ച് മാർക്ക് ചെയ്ത് പോകണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ സെക്കൻഡറി മെമ്മറി ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ പോലും സെക്കൻഡറി മെമ്മറിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹാർഡ്വെയർ എന്താണെന്ന് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഹാർഡ്വെയറിൻ്റെ ഡെഫിനിഷൻ പഠിക്കാതെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പഠിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. ഹാർഡ്വെയറിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ മെമ്മറി, എന്തിനാണ് മെമ്മറി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്മറി ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ഫ്യൂച്ചർ യൂസ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആണ് പ്രൈമറി മെമ്മറി. അപ്പം മെമ്മറിയിലെ ഫസ്റ്റ് സബ് ഡിവിഷനാണ് പ്രൈമറി മെമ്മറി. അപ്പോൾ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെമ്മറി ദാറ്റ് ഈസ് ഡയറക്ട്ലി ആക്സസിബിൾ ബൈ ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓർ ദ CPU.
CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. വേറൊരു മെമ്മറിനെ ഈ CPU-ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. CPU-ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മെമ്മറി എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയാണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3. പിന്നെ അതിന് സ്പീഡ് കൂടുതലാണ്. പ്രൈമറി മെമ്മറിക്ക് സെക്കൻഡറി മെമ്മറി അപേക്ഷിച്ച് സ്പീഡ് കൂടുതലാണെന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി പ്രൈമറി മെമ്മറിനെ നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. റാം, റോം ആൻഡ് ക്യാഷ് മെമ്മറി. പ്രൈമറി മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3. റാം, റോം ആൻഡ് ക്യാഷ് മെമ്മറി. അപ്പോൾ ഇത് മൂന്നും ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ മെഷറിംഗ് യൂണിറ്റ്സ് ഓഫ് മെമ്മറി ഒന്ന് ഡിസ്കസ് ചെയ്യണം. അത് ഞാൻ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അത് എഴുതാൻ കുറേ സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ എഴുതിയിട്ടത്. അപ്പോൾ ഈ മെമ്മറിയുടെ മെഷർമെൻറ്റ് യൂണിറ്റ്സ് നമ്മൾ പഠിക്കണം. അപ്പോൾ ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മൾ പഞ്ചസാര വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ കടയിൽ ചെന്നിട്ട് 1 കിലോ പഞ്ചസാര അല്ലെങ്കിൽ 1/2 കിലോ പഞ്ചസാര എന്ന് പറയും. എണ്ണയാണ് വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ 1/2 ലിറ്റർ എണ്ണ അല്ലെങ്കിൽ 250 ലിറ്റർ എണ്ണ എന്നൊക്കെ നമ്മൾ 250 ലിറ്റർ അല്ല 250 മില്ലി ലിറ്റർ 280 1/4 ലിറ്റർ 250 മില്ലി ലിറ്റർ എണ്ണ എന്നൊക്കെയാണ് നമ്മൾ കടയിൽ ചെന്ന് പറയാറ്. അപ്പോൾ ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായ അളവുകളുണ്ട്. ഇനി ഹൈറ്റ് ആണ് നമ്മൾ അളക്കുന്നതെങ്കിൽ സെൻറ്റിമീറ്ററിലാണ് നമ്മൾ അളക്കുക. അപ്പോൾ 6 അടി പൊക്കം എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ഫീറ്റിൽ അളക്കും. 6 അടി 6 ഫീറ്റ്സ് 6 അടി പൊക്കം. അതേപോലെ തന്നെ മെമ്മറിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന യൂണിറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മൾ കിലോയുടെ കണക്ക് പറയുകയാണെങ്കിൽ 250 ഗ്രാം എന്നാണ് പറയുക. 250 ഗ്രാം 1000 ഗ്രാം ചേർന്നതാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 100 കിലോഗ്രാം ചേർന്നതാണ് 1 ക്വിൻ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അളക്കാൻ പലതരത്തിലുള്ള യൂണിറ്റ്സ് ഉള്ള പോലെ തന്നെ നമുക്ക് മെമ്മറി മെഷർമെൻറ്റിനും പലതരത്തിലുള്ള യൂണിറ്റ്സ് ഉണ്ട്. അതാണ് നമ്മൾ പഠിക്കുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെമ്മറി മെഷർമെൻറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബൈനറി ഡിജിറ്റ് അല്ലെങ്കിൽ ബിറ്റ് ആണ്. 1 ബിറ്റ്. അപ്പോൾ 1 ബിറ്റ് മെമ്മറി എന്ന് പറയുന്നത് 1 ബിറ്റ് മെമ്മറി എന്ന് പറയുന്നത് ഒരു സിംഗിൾ 1 അല്ലെങ്കിൽ ഒരു സിംഗിൾ 0യെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്ഥലം എത്രയാണോ അതിനെയാണ് 1 ബിറ്റ് എന്ന് പറയുന്നത്. അതായത് ദ മെമ്മറി റിക്വയർമെന്റ് ഫോർ സ്റ്റോറിങ് എ ബൈനറി ഡിജിറ്റ്. ഒരു ബൈനറി ഡിജിറ്റ്സ് 2 എണ്ണാണുള്ളത്. 1 എന്ന് പറയുന്ന ബൈനറി ഡിജിറ്റും 0 എന്ന് പറയുന്ന ബൈനറി ഡിജിറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു ബൈനറി ഡിജിറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്പേസ് എത്രയാണോ അതിനെയാണ് നമ്മൾ 1 ബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 ബിറ്റ് ഈസ് എ ബൈനറി ഡിജിറ്റ്. ഇറ്റ് ഈസ് ദ സ്പേസ് റിക്വയർഡ് ഫോർ സ്റ്റോറിങ് എ ബൈനറി ഡിജിറ്റ്. ഒരു ബൈനറി ഡിജിറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്ഥലമാണ് 1 ബിറ്റ്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെമ്മറി മെഷർമെൻറ്റ് യൂണിറ്റ്. ഇതിലും ചെറിയ ഒരു മെമ്മറിനെ നമുക്ക് മെഷർ ചെയ്യാനില്ല. അപ്പോൾ ഏറ്റവും ചെറിയ മെമ്മറി എന്ന് പറയുന്നത് 1 ബിറ്റ് ആണ്, ഒരു ബൈനറി ഡിജിറ്റിനെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് നിബിൾ. 1 നിബിൾ ഇസ് ഈക്വൽ ടു 4 ബിറ്റ്സ്. ഇതേപോലെയുള്ള 4 ബൈനറി ഡിജിറ്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് 1 നിബിൾ. അപ്പം നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റ്സ്. പിന്നെ 8 ബിറ്റ്സ് 8 ബിറ്റുകൾ 8 ബൈനറി ഡിജിറ്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് 1 ബൈറ്റ്. 1 ബൈറ്റ് ഇസ് ഈക്വൽ ടു 8 ബിറ്റ്സ്. പിന്നെ നമ്മൾ കിലോബൈറ്റ്. 1 കിലോബൈറ്റ് ഇസ് ഈക്വൽ ടു 1024 ബൈറ്റ്. നമ്മൾ 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം എന്ന് പറയാറുണ്ട്. 1000 ഗ്രാം 1 കിലോഗ്രാം. ഇവിടെ 1000 എന്നുള്ളതിന് പകരം ഈ മെമ്മറി മെഷർമെൻറ്റ് യൂണിറ്റ് എല്ലാം 2ന്റെ പവർ ആയിട്ടാണ് വരിക. 2^2, 2^3, 2^4 അങ്ങനെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 1024 ബൈറ്റ്. 1000 ഗ്രാം എന്ന് പറയുന്നത് പോലെ 1024 ബൈറ്റ് എന്നാണ് നമ്മൾ പറയുക. 1024 ബൈറ്റ് ചേർന്നതാണ് 1 കിലോ ബൈറ്റ്. ഇനി 1024 കിലോ ബൈറ്റ് ചേർന്നതാണ് 1 മെഗാബൈറ്റ്. 1024 മെഗാബൈറ്റ് ആണ് 1 ജിഗാബൈറ്റ്. 1024 ജിഗാബൈറ്റ് ഇസ് ഈക്വൽ ടു 1 ടെറാബൈറ്റ്. 1024 ടെറാബൈറ്റ് ഇസ് ഈക്വൽ ടു 1 പെറ്റാബൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് മെമ്മറി മെഷർമെൻറ്റ് യൂണിറ്റ്സ് വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഒരു 6-7 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തുടക്കത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓർത്ത് വെക്കണം. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെഷറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് 1 ബിറ്റ് ആണ്. 1 ബിറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ സ്പേസ് ഫോർ സ്റ്റോറിങ് 1 ബൈനറി ഡിജിറ്റ്. ഒരു ബൈനറി ഡിജിറ്റിനെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമാണ് 1 ബിറ്റ്. 4 bits is equal to 1 nibble. 8 bits is equal to 1 byte. 1024 bytes is equal to 1 kilobyte. 1024 kilobytes is equal to 1 megabyte. 1024 megabyte എന്ന് പറയുന്ന ജിഗാബൈറ്റ്, അത് കഴിഞ്ഞാൽ ടെറാബൈറ്റ്, അത് കഴിഞ്ഞാൽ
പെറ്റാബൈറ്റ്. അത് നിങ്ങൾ ഓർഡറിൽ ഓർത്തിരിക്കുക. എന്തെങ്കിലും ഒരു കോഡ് വെച്ച് KMGTP എന്തെങ്കിലും ഒരു കോഡ് പോലെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളിത് ഓർത്തിരിക്കുക. ഇപ്പുറത്തെ ഭാഗം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇത് കിലോബൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1024 കിലോബൈറ്റ് ഇങ്ങോട്ട് താഴത്ത് എഴുതുക, മെഗാബൈറ്റ് ഇങ്ങോട്ട് എഴുതുക, ജിഗാബൈറ്റ് ഇങ്ങോട്ട് എഴുതുക, ടെറാബൈറ്റ് ഇങ്ങോട്ട് എഴുതുക. അത് ഇപ്പുറത്തെ സൈഡ് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട് നിങ്ങളിത് ഓർത്തിരിക്കുക. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത്രയല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ നിങ്ങളുടെ അഡ്മിഷൻ്റെ കേസ് വരുമ്പോഴും വേറെ പല കാര്യങ്ങൾ വരുമ്പോഴും ഈ ഒരു മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ടും എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ചിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പ്രൈമറി മെമ്മറിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മെമ്മറി നമ്മൾ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാനാണ് മെമ്മറി ഉപയോഗിക്കുന്നത്. മെമ്മറി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. അതിൽ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെമ്മറി ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി യൂസ്ഡ് ബൈ ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU-ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. അത് ഫാസ്റ്റ് ആണ്, പക്ഷെ കോസ്റ്റ്ലി ആണ്. ഫാസ്റ്റ് ആണ്, കോസ്റ്റ്ലി ആണ്. ഇത് രണ്ടുമാണ് പ്രൈമറി മെമ്മറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. പ്രൈമറി മെമ്മറിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു: റാം, റോം ആൻഡ് ക്യാഷ് മെമ്മറി. റാം, റോം ആൻഡ് ക്യാഷ് മെമ്മറി. അതിൻ്റെ അകത്തെ ഫസ്റ്റ് വൺ ആണ് റാം അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി, റാം അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി. റാം സ്റ്റാൻഡ്സ് ഫോർ റാൻഡം ആക്സസ് മെമ്മറി. ഇനി ഈ റാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് CPU-ന് റാമിൽ നിന്നും ഡാറ്റയെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. CPU ക്യാൻ, റാം സ്റ്റാൻഡ് ഫോർ റാൻഡം ആക്സസ് മെമ്മറി. CPU ക്യാൻ ആക്സസ് ഡയറക്ട്ലി. CPU-ന് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് ഈ പറയുന്ന റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് CPU-നെ കുറിച്ച് പറയുന്നത് ഇതാണ്: ഇറ്റ് ഈസ് വോളറ്റൈൽ മെമ്മറി. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ക്യാൻ ഹോൾഡ് ഡാറ്റ ഓൺലി വെൻ പവർ ഈസ് ഓൺ. കറണ്ട് ഓൺ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഇതിന് ഡാറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പവർ ഓൺ, പവർ ഓഫ്, ഡാറ്റ ലോസ്. പവർ ഓഫ്, ഡാറ്റ ലോസ്. പവർ ഓഫ് ആയി കഴിഞ്ഞാൽ, പവർ എപ്പോഴാണ് ഓഫ് ആവുന്നത് ആ സമയത്ത് ഡാറ്റ ലോസ് ആവും. അതിനെയാണ് നമ്മൾ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ഓൺ ആയിരിക്കുന്ന സമയത്ത് മാത്രം ഡാറ്റ ഹോൾഡ് ചെയ്യും, ഒപ്പം ഓഫ് ആവുന്നു ആ സമയത്ത് ഡാറ്റ ലോസ് ആവും. ഇതാണ് ഇതിനെക്കുറിച്ച് രണ്ടാമത് പറയുന്നത്. ഇനി മൂന്നാമത് പറയുന്നത് റാം ഈസ് എ ഫാസ്റ്റ് മെമ്മറി. വളരെ സ്പീഡുള്ളൊരു മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. പിന്നെ റാമിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് കോസ്റ്റ്ലി ഓർ എക്സ്പെൻസീവ്. അതിന് പൈസ കൂടുതലാണ്. ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. CPU-ന് നേരിട്ട് ആക്സസ് ചെയ്യാം, സ്പീഡ് കൂടുതലാണ്, ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതെന്താണ്? കോസ്റ്റ്ലി ആണ്. റാം എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്. ഇനി റാമിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് മെഗാ ഹെർട്സ് എന്ന് പറയുന്ന യൂണിറ്റിലാണ്. മെഗാ ഹെർട്സ്. റാമിന്റെ സ്റ്റോറേജ് നമ്മൾക്കറിയാം. സ്റ്റോറേജ് നമ്മൾ ഇതിലാണ് പറയുക, ജിഗാബൈറ്റിൽ, കിലോബൈറ്റിലും അല്ല മെഗാബൈറ്റിലും ജിഗാബൈറ്റിലും ഒക്കെയാണ് റാമിന്റെ സ്റ്റോറേജ്. ഇപ്പം നിലവിൽ നമ്മൾ ജിഗാബൈറ്റിൽ മാത്രമേ റാമിന്റെ സ്റ്റോറേജിന് മെമ്മറി കപ്പാസിറ്റി പറയാറുള്ളൂ. അതിന്റെ സ്പീഡിനെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മെഗാ ഹെർട്സ്. മെഗാ ഹെർട്സ് എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഒരു റാമിന്റെ സ്പീഡ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി റാമിൽ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റാമിൽ സ്റ്റോർ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് റാം സ്റ്റോഴ്സ്. മൂന്ന് കാര്യങ്ങളാണ് റാമിൽ സ്റ്റോർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. റാം സ്റ്റോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി രണ്ടാമതായിട്ട് കറന്റ്ലി യൂസിങ് സോഫ്റ്റ്വെയർ. കറന്റ്ലി യൂസിങ്, നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ. പിന്നെ കറന്റ്ലി യൂസ്ഡ് ഡാറ്റ. കറന്റ്ലി യൂസ്ഡ്, നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡാറ്റ. ഈ മൂന്ന് കാര്യങ്ങളാണ് റാം എന്ന് പറയുന്ന മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റാമിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കണം. റാം എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറിക്കാണ് റാം എന്ന് പറയുന്നത്. റാമിന്റെ പ്രത്യേകത CPU-ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് റാം. നേരിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ റാമിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് വോളറ്റൈൽ. പവർ ഓഫ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ എല്ലാം നഷ്ടപ്പെടും. ദാറ്റ് ഈസ് എ വോളറ്റൈൽ മെമ്മറി റാം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഇറ്റ് ഈസ് ഫാസ്റ്റ്. വളരെ സ്പീഡുള്ള ഒരു മെമ്മറിയാണ് റാം. പിന്നെ ഇറ്റ് ഈസ് കോസ്റ്റ്ലി. അതിന് സ്പീഡ് കൂടുതലാണെങ്കിലും അതിന് പൈസയും അതേപോലെ തന്നെ കൂടുതലാണ്. അതിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് മെഗാ ഹെർട്സ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് അതിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത്. ഇനി റാമിൽ സ്റ്റോർ ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ്:
ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പഠിച്ചാണ്. സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പഠിച്ചു. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ റാമിലാണ് സ്റ്റോർ ചെയ്യുക. പിന്നെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ, നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡാറ്റ, ഇത്രയും കാര്യങ്ങളാണ് റാം എന്ന് പറയുന്ന മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ റാമിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത സബ് ഡിവിഷനാണ് റോം അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറി. നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇത് പഠിക്കില്ല എന്ന് നിങ്ങൾ പറയരുത്. ഫോക്കസ് ഏരിയയിൽ റാം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും റാമും റോമും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഫോക്കസ് ഏരിയയിൽ നിന്നും പുറത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് റാമും റോമും തമ്മിലുള്ള വ്യത്യാസമൊക്കെ. അത് പല വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് റോമും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് തന്നെ വെക്കണം. ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് പഠിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇനി അടുത്തതാണ് പ്രൈമറി മെമ്മറിയുടെ അടുത്ത സബ് ഡിവിഷനാണ് റോം അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറി. അപ്പൊ ഇതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ അകത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. റീഡ് ഓൺലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിക്കാൻ മാത്രം പറ്റുന്ന ഒരു മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റോഴ്സ്, ഈ റോമിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് എന്താണ്? ഇറ്റ് സ്റ്റോഴ്സ് ദ സിസ്റ്റം സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം known as BIOS. It stores the system startup program known as BIOS. BIOS എന്നറിയപ്പെടുന്ന, BIOS എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തിന്റെ ഫുൾ ഫോം ആണ്, അല്ല ഷോർട്ട് ഫോം ആണ് BIOS എന്ന് പറയുന്നത്. അപ്പൊ ഈ BIOS എന്ന് പറയുന്ന സിസ്റ്റം സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെമ്മറിയാണ് റോം അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറി. അപ്പൊ സിസ്റ്റം സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓൺ ആയി വരാൻ ആവശ്യമായ പ്രവർത്തനങ്ങളെയാണ് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് നമ്മൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന അന്നേരം തന്നെ കമ്പ്യൂട്ടർ എന്താണ് മൊബൈൽ ഫോൺ ഓണായി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ ബട്ടൺ പ്രസ് ചെയ്യുന്ന അന്നേരം തന്നെ കമ്പ്യൂട്ടർ ഓണായി വർക്ക് ചെയ്യില്ല. കുറച്ച് സമയം എടുക്കും. നമ്മൾ ഉബുണ്ടു എന്ന് പറഞ്ഞിട്ട് കുറെ കുത്ത് എഴുതി കാണിക്കും. അത് കഴിഞ്ഞിട്ടാണ് അത് ഓപ്പൺ ആയിട്ട് വരിക. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിൽ അതിന്റെ കമ്പനിയുടെ പേര് കുറെ നേരം എഴുതി കാണിക്കും. ആ പേരിൽ കുറെ ആനിമേഷൻസ് ഒക്കെ കണ്ടിട്ട് വേണം നമ്മുടെ സിസ്റ്റം ഓൺ ആയിട്ട് വരാൻ. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസിനെ വിളിക്കുന്ന പേരാണ് BIOS, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഈ BIOS എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് റോം അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറി. ഇനി ഈ റോമിലേക്ക് ഡാറ്റ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്ക് പുതിയ ഡാറ്റയൊന്നും റോമിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓൾറെഡി ഉള്ളതിനെ റീഡ് ചെയ്തെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ റോമിൽ എപ്പോഴാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്റ്റോർഡ്, റോമിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് മാനുഫാക്ചർ. ഈ റോം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിന്റെ കമ്പനി അതിൻ്റെ അകത്തേക്കുള്ള ഡാറ്റകളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ആൻഡ് എന്താണ്, റോം ഈസ് പ്രോഗ്രാംഡ് അറ്റ് ദ ടൈം ഓഫ് മാനുഫാക്ചർ. അപ്പൊ ഇത് പ്രോഗ്രാംഡ് അറ്റ് ടൈം ഓഫ് മാനുഫാക്ചർ, ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ അകത്തുള്ള പ്രോഗ്രാമുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവണം. റോമിന്റെ പ്രത്യേകത. ഇനി റോം ഈസ് നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹോൾഡ് ഡാറ്റ ഈവൻ ഇഫ് പവർ ഈസ് ഓഫ്. പവർ ഓഫ് ആയിരിക്കുന്ന സമയത്ത് പോലും അതിൻ്റെ അകത്തുള്ള ഡാറ്റയെ ഹോൾഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി റോമിനുണ്ട്. അതാണ് റോമിന്റെ വേറൊരു പ്രത്യേകത. ഇനി റോം എന്ന് പറയുന്നത് 3 രീതിയിലാണുള്ളത്. PROM, EPROM, EEPROM. റോമിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. PROM, EPROM, EEPROM. EEPROM 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അതിൽ PROM എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. PROM സ്റ്റാൻഡ്സ് ഫോർ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം അതിൻ്റെ അകത്തേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ദാറ്റ് ഈസ് അറ്റ് ദ ടൈം ഓഫ് മാനുഫാക്ചർ. മാനുഫാക്ചറിങ്ങിന്റെ സമയത്ത് തന്നെ ഡാറ്റ റൈറ്റ് ചെയ്യുന്ന റോമിനെയാണ് PROM എന്ന് പറയുന്നത്. ദാറ്റ് കനോട്ട് ബി ഇറേസ്ഡ്. ഒരിക്കലും അതിൻ്റെ അകത്തെ ഡാറ്റ നമ്മൾക്ക് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി രണ്ടാമത്തെ ഡിവിഷനാണ് EPROM. EPROM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പൊ ഇതിൻ്റെ അകത്തെ ഡാറ്റ നമ്മൾക്ക് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ബൈ യൂസിങ് UV റേസ്, അൾട്രാവയലറ്റ് റേസ് ഉപയോഗിച്ച് ഇതിൻ്റെ അകത്തെ ഡാറ്റയെ ഇറേസ് ചെയ്ത് നമ്മൾക്ക് പുതിയ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
മൂന്നാമത്തേതാണ് EEPROM, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. EEPROM ആണെങ്കിൽ ഇലക്ട്രിക് കറന്റ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തെ ഡാറ്റയെ റിമൂവ് ചെയ്യാനും ഇറേസ് ചെയ്യാനും പുതിയ ഡാറ്റ ഇതിൻ്റെ അകത്തേക്ക് റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള മെമ്മറികളെയാണ് EEPROM അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് റോം എന്ന് പറയുന്ന മെമ്മറിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ റോം എന്ന് പറയുന്നത് എന്താണ്? റീഡ് ഓൺലി മെമ്മറി. റോം സ്റ്റാൻഡ്സ് ഫോർ റീഡ് ഓൺലി മെമ്മറി. പിന്നെ റോമിൽ എന്തിനു വേണ്ടിയിട്ടാണ് റോം ഉപയോഗിക്കുന്നത്? റോം സ്റ്റോഴ്സ് ദ സിസ്റ്റം സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം നോൺ ആസ് ബയോസ്. ബയോസ് എന്ന് പറയുന്ന സിസ്റ്റം സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോം എന്ന് പറയുന്ന മെമ്മറി ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ. പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഡാറ്റ എല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. ഇനി അതിന് എപ്പോഴാണ് റോമിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുന്നത്? അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ റോമിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് അതിനെ മായ്ക്കാൻ പറ്റില്ല. പക്ഷേ റോമിന് വേറെ പുതിയ സബ് ഡിവിഷൻസ് ഉണ്ട്. PROM, EPROM, EEPROM. അതിൽ PROM ആണെങ്കിൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ അകത്തേക്ക് ഡാറ്റ റൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ദറ്റ് കനോട്ട് ബി ഇറേസ്ഡ്. EPROM ആണെങ്കിൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. ഡാറ്റ ക്യാൻ ബി ഇറേസ്ഡ് ബൈ യൂസിങ് അൾട്രാ വയലറ്റ് റേസ് ആൻഡ് ക്യാൻ ബി റീപ്രോഗ്രാംഡ്. അതിൻ്റെ അകത്തെ ഡാറ്റ ഇറേസ് ചെയ്ത് വീണ്ടും പ്രോഗ്രാം ചെയ്യാം. പുതിയ ഡാറ്റ അതിൻ്റെ അകത്തേക്ക് എഴുതാൻ പറ്റും. ഇനി മൂന്നാമത്തേത് EEPROM, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് ഡാറ്റയെ അതിൻ്റെ അകത്തുനിന്ന് ഇറേസ് ചെയ്ത് പുതിയ ഡാറ്റ അതിൻ്റെ അകത്തേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് EEPROM. ഇനി അടുത്തത് റാമും റോമും തമ്മിലുള്ള വ്യത്യാസമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ റാം ആൻഡ് റോം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ റാം ആൻഡ് റോം എന്ന് പറയുന്നത്. റാം, റോം. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഡിഫറൻസ്, റാമിൻ്റെയും റോമിൻ്റെയും ഫസ്റ്റ് ഡിഫറൻസ്, ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ റാം. റാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ റോം ആണ്. റോം എന്ന് പറയുന്നത് സ്ലോ ആണ്. റാം എന്ന് പറയുന്നത് ഫാസ്റ്റർ ആണ്. ഇനി എന്ത് സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്ത് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത്? റാം ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്? 3 കാര്യങ്ങൾ പറഞ്ഞു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കറന്റ്ലി യൂസ്ഡ് ഡാറ്റ, കറന്റ്ലി യൂസ്ഡ് സോഫ്റ്റ്വെയർ. ഈ 3 കാര്യങ്ങളാണ് റാമിൽ സ്റ്റോർ ചെയ്യുന്നത്. റോം ആണെങ്കിലോ ഇറ്റ് സ്റ്റോർസ് ദ സിസ്റ്റം സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം. കമ്പ്യൂട്ടർ ഓണായി വരാൻ വേണ്ട സിസ്റ്റം സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം ആണ് റോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി റാമിന്റെ പ്രത്യേകത അലൗസ് 2 കാര്യങ്ങളുണ്ട്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. റീഡിങ്ങും റൈറ്റിങ്ങും റാം പെർമിറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ റോം ആണെങ്കിലോ എന്ത് മാത്രമേ പെർമിറ്റ് ചെയ്യുള്ളൂ? റോം എന്ത് മാത്രമേ പെർമിറ്റ് ചെയ്യുള്ളൂ? എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുക? സമ്മതിക്കാം. റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ? റീഡ് ഓപ്പറേഷൻ മാത്രമേ റാം സപ്പോർട്ട് ചെയ്യുള്ളൂ. റീഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. റൈറ്റിംഗ് ഓപ്പറേഷൻ റോം പെർമിറ്റ് ചെയ്യുന്നില്ല. ഇനി ലാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് റാം ഈസ് വോളറ്റൈൽ. പവർ ഓൺ ആണെങ്കിൽ മാത്രമേ ഡാറ്റ ഹോൾഡ് ചെയ്യുള്ളൂ. ആൻഡ് റോം ഈസ് നോൺ വോളറ്റൈൽ. പവർ ഓഫ് ആയാലും അതിനകത്തെ ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. ഇതാണ് റാമും റോമും തമ്മിലുള്ള വ്യത്യാസം. റാം ഫാസ്റ്റ് ആണ്, റോം സ്ലോ ആണ്. റാമിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കറന്റ് യൂസ്ഡ് ഡാറ്റയും കറന്റ് യൂസ്ഡ് സോഫ്റ്റ്വെയറും ആണെങ്കിൽ റോമിൽ ബയോസ് എന്ന് പറയുന്ന സിസ്റ്റം സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം ആണ് സ്റ്റോർ ചെയ്യുക. റാം റീഡിങ്ങും റൈറ്റിങ്ങും പെർമിറ്റ് ചെയ്യുമെങ്കിൽ റോം റീഡിങ് മാത്രമേ പെർമിറ്റ് ചെയ്യുള്ളൂ. റാം വോളറ്റൈൽ ആണ്. കറണ്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ഡാറ്റ നഷ്ടപ്പെടും. റോം നോൺ വോളറ്റൈൽ ആണ്. പവർ ഓഫ് ആയി കഴിഞ്ഞാലും ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. ഇതാണ് റാമും റോമും തമ്മിലുള്ള വ്യത്യാസം. ഇനി പ്രൈമറി മെമ്മറിയിൽ ഒരെണ്ണം കൂടി ഉണ്ട്, ക്യാഷ് മെമ്മറി. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. റാമിൻ്റെയും അതായത് റാം CPU-ൻ്റെ അത്രയും സ്പീഡില്ല. CPU-ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. പക്ഷേ ഈ CPU-ൻ്റെ സ്പീഡിനനുസരിച്ച് പ്രവർത്തിക്കാൻ ആർക്ക് പറ്റില്ല? റാം എന്ന് പറയുന്ന മെമ്മറിക്ക് പറ്റില്ല. റാമിൻ്റെ അത്രയും CPU-ൻ്റെ അത്രയും സ്പീഡ് റാമിനില്ല. അതുകൊണ്ട് കുറേ കൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു മെമ്മറി റാമിൻ്റെയും CPU-ൻ്റെയും ഇടയിൽ വെക്കും. ആ ഒരു മെമ്മറിനെയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ റാം ആൻഡ് CPU to reduce the speed mismatch between CPU and the RAM. റാമിൻ്റെയും CPU-ൻ്റെയും തമ്മിലുള്ള സ്പീഡ് മിസ്മാച്ചിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ വെക്കുന്ന ചെറിയൊരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ജസ്റ്റ് ആ കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി എന്താണെന്നുള്ളത്.
CPU-വും റാമും തമ്മിലുള്ള സ്പീഡ് മിസ്മാച്ച് ഒഴിവാക്കാൻ അതിൻ്റെ ഇടയിൽ വെക്കുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അപ്പോൾ ഇത്രയാണ് പ്രൈമറി മെമ്മറിയുടെ സബ് ഡിവിഷൻസ് എന്ന് പറയുന്നത്. ഇനി മെമ്മറിയുടെ രണ്ടാമത്തെയാണ് സെക്കൻഡറി സ്റ്റോറേജ്. അപ്പോൾ പ്രൈമറി സ്റ്റോറേജിൻ്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി സ്റ്റോറേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെക്കൻഡറി സ്റ്റോറേജ് ആർ പെർമനൻറ്റ് സ്റ്റോറേജ്. ഇത് എല്ലാം എന്താണ്, ഒരുപാട് ഡാറ്റ ഒന്ന് സ്റ്റോർ ചെയ്യുക. റാം ആണെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് പവർ ഓഫ് ആയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും. ക്യാഷ് മെമ്മറി ആണെങ്കിലും അങ്ങനെ തന്നെ. ഇനി റോമിൻ്റെ കേസ് ആണെങ്കിൽ പുതിയതായിട്ട് ഒരു സാധനം അതിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജസിനെ എല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി മെമ്മറി ഉപയോഗിക്കുന്നത്. സെക്കൻഡറി മെമ്മറി ഈസ് എ ഹ്യൂജ് മെമ്മറി. കുറേ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഹ്യൂജ് മെമ്മറിയാണ്. ആൻഡ് ഇറ്റ് ഈസ് പെർമനൻറ്റ്. അതായത് പ്രൈമറി സ്റ്റോറേജിൻ്റെ ഡിസഡ്വാൻറ്റേജസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഈ സെക്കൻഡറി മെമ്മറി എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. അതിൻ്റെ സബ് ഡിവിഷൻസ് ഒന്നും ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. സബ് ഡിവിഷൻസ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്, അതിനകത്ത് ഹാർഡ് ഡിസ്കും മാഗ്നറ്റിക് ടേപ്പും, പിന്നെ ഏതാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസിൽ CD, DVD, ബ്ലൂറേ DVD, പിന്നെ ഏതാണ് സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസിൽ ഫ്ലാഷ് മെമ്മറി കാർഡും, പിന്നെ ഏതാണ് USB ഫ്ലാഷ് ഡ്രൈവും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സബ് ഡിവിഷൻസ് ഉള്ളത്. അത് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല സെക്കൻഡറി സ്റ്റോറേജ്. ഇനി സ്പീഡിൻ്റെ ബേസിൽ ഞാൻ നിങ്ങൾക്കൊരു ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. സ്പീഡിൻ്റെ ബേസിലും അതേപോലെ തന്നെ സ്റ്റോറേജിൻ്റെ ബേസിസിലും നമ്മൾ മെമ്മറീനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സ്പീഡിൻ്റെ കേസിൽ ക്ലാസിഫൈ ചെയ്യുമ്പം ഏറ്റവും ഹയസ്റ്റ് സ്പീഡുള്ള മെമ്മറി ക്യാഷ് മെമ്മറി, ഫസ്റ്റ് വൺ രജിസ്റ്റേഴ്സ്. ഏറ്റവും ഹയസ്റ്റ് സ്പീഡുള്ളത് രജിസ്റ്റേഴ്സ്, അത് കഴിഞ്ഞാൽ ക്യാഷ് മെമ്മറി, അത് കഴിഞ്ഞാൽ റാം, പിന്നെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ബേസ്ഡ് ഓൺ സ്പീഡ്. സ്പീഡിൻ്റെ ഓർഡറിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്പീഡുള്ളത് രജിസ്റ്റേഴ്സിന്, പിന്നെ ക്യാഷ് മെമ്മറിക്ക്, പിന്നെ റാമിന്, പിന്നെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിന്. ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുണ്ട്, നോക്കണേ. ഇനി സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ കേസിലാണ് പറയുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഉള്ളത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനാണ്. ഏറ്റവും കൂടുതൽ സ്റ്റോറേജ്. അത് കഴിഞ്ഞാൽ റാം, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് കഴിഞ്ഞാൽ റാം, അത് കഴിഞ്ഞാൽ ക്യാഷ് മെമ്മറി, അത് കഴിഞ്ഞാൽ രജിസ്റ്റേഴ്സ്. ഇതാണ് ഇത് സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ ഓർഡർ. ഏറ്റവും കൂടുതലുള്ളത് സെക്കൻഡറി സ്റ്റോറേജ്, പിന്നെ റാം, പിന്നെ ക്യാഷ്, പിന്നെ രജിസ്റ്റേഴ്സ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്പീഡ് ആൻഡ് ബേസ്ഡ് ഓൺ സ്റ്റോറേജ് കപ്പാസിറ്റി. അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. പിന്നെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന സെക്ഷൻ. പിന്നെ നമ്മളോട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് 15ഓളം ഇൻപുട്ട് ഡിവൈസസും 5 ഔട്ട്പുട്ട് ഡിവൈസസും അതിൻ്റെ സബ് ഡിവിഷൻസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം നിങ്ങൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഇൻപുട്ട് ഡിവൈസസിനെയോ ഔട്ട്പുട്ട് ഡിവൈസസിനെയോ കുറിച്ച് പഠിക്കേണ്ട. ജസ്റ്റ് ഓരോന്നും എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, വെറും തിയറിയാണ്, വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ക്ലാസ് ഞാൻ നേരത്തെ കംപ്ലീറ്റ് ചെയ്തതാണ്, നമ്മളൊരു റിവിഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസിൽ പറഞ്ഞിരിക്കുന്നത് 14 എണ്ണം ഉണ്ട്. ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. ഇൻപുട്ട് ഡിവൈസസ് ആർ യൂസ്ഡ് ഫോർ ഇൻപുട്ടിംഗ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഔട്ട്സൈഡ് വേൾഡ് ടു ദ കമ്പ്യൂട്ടർ. ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന്, പുറത്തു നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസിനെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്തെ ഫസ്റ്റ് വൺ ആണ് കീബോർഡ്. ഇപ്പോൾ ഇൻപുട്ട് ഡിവൈസസിലെ ഫസ്റ്റ് വൺ ആണ് കീബോർഡ്. അപ്പോൾ കീബോർഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? കീബോർഡ് ഈസ് യൂസ്ഡ് ഫോർ എൻറ്ററിങ് ടെക്സ്റ്റ് ഡാറ്റ ടു ദ കമ്പ്യൂട്ടർ. ടെക്സ്റ്റ് ഡാറ്റയെ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ഡാറ്റ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീബോർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ് എന്ന് പറയുന്നത്. അപ്പം മറ്റ് ഡിവൈസുകളെ പോലെയല്ല, വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 2 ഇൻപുട്ട് ഡിവൈസ്, ഒന്ന് മൗസും ഒന്ന് കീബോർഡുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, സ്റ്റാൻഡേർഡ് കീബോർഡിൽ 101 കീകളാണുള്ളത്. 101 കീകളാണ് സ്റ്റാൻഡേർഡ് കീബോർഡിലുള്ളത്. ആൽഫബറ്റ്, ഡിജിറ്റ്, സ്പെഷ്യൽ സിമ്പിൾസിനെയൊക്കെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീബോർഡ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കീബോർഡിൽ പഠിച്ചാൽ കീബോർഡിൻ്റെ സബ് ഡിവിഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്രാറെഡ് ഉണ്ട്, അല്ല വയേർഡ് കീബോർഡും വയർലെസ് കീബോർഡും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്താണ് കീബോർഡ് എന്ന് പഠിച്ചു വെക്കുക. കീബോർഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഡാറ്റയെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് കീബോർഡ്. ഇതിനകത്ത് ആൽഫബറ്റ്സ്, ഡിജിറ്റ്, സ്പെഷ്യൽ സിമ്പിൾസ് ഇതിനെല്ലാം ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡ് ഉപയോഗിക്കാം. സ്റ്റാൻഡേർഡ് കീബോർഡിൽ 101 കീകളാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ ഇൻപുട്ട് ഡിവൈസാണ് മൗസ്. രണ്ടാമത്തെ ഇൻപുട്ട് ഡിവൈസ് മൗസ്. മൗസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മൗസ് ഈസ് എ പോയിന്റിംഗ് ഡിവൈസ്. അപ്പോൾ ഈ ഇൻപുട്ട് ഡിവൈസസ് എല്ലാം പഠിക്കുമ്പോഴും ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് പോയിന്റിംഗ് ഡിവൈസസ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. കാരണം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്ലാസിഫൈ ദ ഫൈൻഡ് ഔട്ട് ദ പോയിന്റിംഗ് ഡിവൈസസ് ഫ്രം ദ ഫോളോയിങ്. കുറേ ഇൻപുട്ട് ഡിവൈസസിന്റെ പേര് തന്നിട്ട് ഇതിൻ്റെ അകത്തെ പോയിന്റിംഗ് ഡിവൈസസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ മൗസ്, ഫസ്റ്റ് വൺ മൗസ് എന്ന് പറയുന്നത് മൗസ് ഈസ് എ പോയിന്റിംഗ് ഡിവൈസ്. അതാണ് നിങ്ങൾ ആദ്യം പറയേണ്ടത്. മൗസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. അത് ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആണ്. അതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് സ്ക്രീനിൽ കേഴ്സർ മൂവ് ചെയ്യും. നമ്മുടെ മൗസ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ മൗസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് സ്ക്രീനിൽ കേഴ്സർ മൂവ് ചെയ്യും. പിന്നെ നമ്മൾക്ക് മൗസിൽ 3 ബട്ടൺസ് ഉണ്ട്. ലെഫ്റ്റ് മൗസ് ബട്ടൺ, റൈറ്റ് മൗസ് ബട്ടൺ, അതേപോലെ തന്നെ ഒരു സ്ക്രോൾ വീലുമാണ് മൗസിലുള്ളത്. പിന്നെ മൗസിൻ്റെ ടൈപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പേര് മാത്രം ഓർത്തിരിക്കുക. ബോൾ മൗസ്, ഒപ്റ്റിക്കൽ മൗസ്, ലേസർ മൗസ്, 3 രീതിയിലുള്ള മൗസുകളാണ് ഉള്ളത്. ആ പേര് നിങ്ങളൊന്ന് ഓർത്തിരിക്കണേ, അതിൻ്റെ ടൈപ്സ്. കീബോർഡും മൗസും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഇത് രണ്ടുമാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസസ്. ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കീബോർഡും മൗസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ മൗസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മൗസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആണ്. ഈ ഹാൻഡ് ഹെൽഡ് ഡിവൈസസിന്റെ മൂവ്മെന്റിനനുസരിച്ച്, മൗസിന്റെ മൂവ്മെന്റിനനുസരിച്ച് സ്ക്രീനിലെ കേഴ്സർ മൂവ് ചെയ്യും. മൗസിൽ 3 ബട്ടൺസ് ഉണ്ട്. ലെഫ്റ്റ് ബട്ടൺ, റൈറ്റ് ബട്ടൺ, അതേപോലെ തന്നെ സ്ക്രോൾ വീൽ. പിന്നെ മൗസ് 3 തരത്തിലുണ്ട്. ബോൾ മൗസ്, ഒപ്റ്റിക്കൽ മൗസ്, LED മൗസ്, 3 തരത്തിലുള്ള മൗസുകളുണ്ട്. ഇത്രയും കാര്യങ്ങൾ മൗസിനെ കുറിച്ച് ഓർത്തിരിക്കണം. ഇനി മൂന്നാമത്തെ ഡിവൈസ് ആണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. ലൈറ്റ് പെൻ എന്ന് പറയുന്നത് പെന്നിന്റെ ഷേപ്പിലുള്ള ഒരു ഡിവൈസ് ആണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. സാധാരണ പെന്നിന്റെ ഷേപ്പിലുള്ള ഒരു ഡിവൈസ് ആണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. ഇത് സ്ക്രീനിലെ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ലൈറ്റ് പെന്നിനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് സ്ക്രീനിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈറ്റ് പെൻ ഉപയോഗിച്ച് പറ്റും. ടച്ച് ചെയ്താൽ നമ്മൾ മൗസ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്ക്രീനിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൗസ് ഉപയോഗിച്ച് മൂവ് ചെയ്ത് കേഴ്സർ ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കുന്ന പോലെ തന്നെ മൗസ് ഉപയോഗിച്ച് മൂവ് ചെയ്ത് തന്നെ ലൈറ്റ് പെൻ ഉപയോഗിച്ച് ഡയറക്റ്റ് നമ്മൾക്ക് സ്ക്രീനിലേക്ക് ടച്ച് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ. അപ്പോൾ ലൈറ്റ് പെന്നും പോയിന്റിംഗ് ഡിവൈസ് തന്നെയാണ്. അപ്പോൾ ലൈറ്റ് പെൻ വയർ ഉപയോഗിച്ച് നമ്മുടെ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ടച്ച് സ്ക്രീൻ അല്ലെങ്കിൽ പോലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഡയറക്റ്റ് സ്ക്രീൻ ടച്ച് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് പെൻ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൈറ്റ് പെൻ എന്ന് പറയുന്നത് പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഡയറക്റ്റ് സ്ക്രീനിൽ ടച്ച് ചെയ്യാൻ പോസിബിൾ ആക്കുന്ന, ടച്ച് ചെയ്ത് ഇൻപുട്ട് കൊടുക്കുക, ഡയറക്റ്റ് സ്ക്രീൻ ടച്ചിലൂടെ ഇൻപുട്സ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. സ്ക്രീനിലെ ലൈറ്റിനെ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ബേസിസിൽ സ്ക്രീനിലെ പൊസിഷൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ലൈറ്റ് പെന്നിനുണ്ട്. അപ്പോൾ സ്ക്രീനിന്റെ ഏത് ഭാഗത്താണോ വെക്കുന്നത് അവിടെ നിന്ന് വരുന്ന ലൈറ്റിനെ അതിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്ത് സ്ക്രീനിലുള്ള അതിന്റെ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ലൈറ്റ് പെന്നിന് പറ്റും എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ഇനി നാലാമത്തേതാണ് ടച്ച് സ്ക്രീൻ. ടച്ച് സ്ക്രീൻ ഇപ്പം നമ്മളെല്ലാവരും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ടാണ് ടച്ച് സ്ക്രീൻ ഇൻപുട്ട് എന്ന് പറയുന്നത്. that allows user to operate by simply touching on the screen. വെറുതെ സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. അതും പോയിന്റിംഗ് ഡിവൈസ് ആണ്. ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നതും പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഇറ്റ് അലൗസ് യൂസർ ടു ഇന്ററാക്ട് വിത്ത് ദ ഡിവൈസ് ബൈ സിംപ്ലി ടച്ചിങ് ഓൺ ദ സ്ക്രീൻ. നമുക്ക് ഡിവൈസിനോട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മാത്രം മതി. ഇനി അഞ്ചാമത്തേതാണ് ഗ്രാഫിക് ടാബ്ലറ്റ്. ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയ ആൻഡ് എ സ്പെഷ്യൽ പ്രഷർ സെൻസിറ്റീവ് പെൻ. 2 കാര്യങ്ങളാണ്. പ്രഷർ സെൻസിറ്റീവ് പെൻ അല്ല, പ്രഷർ സെൻസിറ്റീവ് സ്ക്രീൻ ആണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഗ്രാഫിക് ടാബ്ലറ്റിലുള്ളത്. ഇറ്റ് ഈസ് എ ടാബ്ലറ്റ് that contains an electronic writing area and a pen. ഒരു ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയയും അതേപോലെ ഒരു സ്റ്റൈലസ് പോലെയുള്ള ഒരു പെന്നുമാണ് ഈ ഗ്രാഫിക് ടാബ്ലറ്റിനുള്ളത്.
ഇനി ഗ്രാഫിക് ടാബ്ലറ്റ് നേരത്തെ പോലെ തന്നെ നമ്മൾ ടച്ച് സ്ക്രീനിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രാഫിക് ടാബ്ലറ്റിലെ പെൻ ഉപയോഗിച്ച് ഡയറക്റ്റ് നമുക്ക് സ്ക്രീനിൽ ഡ്രോയിങ്സ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫിക് ഡിസൈനേഴ്സ് ഒക്കെയാണ് കൂടുതലായിട്ടും ഈ ഗ്രാഫിക് ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത്. അവർക്ക് കൂടുതൽ തിക്കായിട്ടുള്ള ലൈൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യാം. പെൻ ഉപയോഗിച്ച് സ്ക്രീനിൽ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തിക്കായിട്ടുള്ള ലൈൻസ് ഫോം ചെയ്യും. പ്രഷർ കുറച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തിന്നായിട്ടുള്ള ലൈൻസ് ഫോം ചെയ്യും. അങ്ങനെയുള്ളൊരു ഡിവൈസാണ് ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ടും ഗ്രാഫിക് ഡിസൈനേഴ്സും ഫാഷൻ ഡിസൈനേഴ്സും ഒക്കെയാണ് ഈ പറയുന്ന ഗ്രാഫിക് ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമിലർ ടു എ ടാബ്ലറ്റ് ദാറ്റ് ഹാസ് ആൻ ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയ ആൻഡ് എ സ്പെഷ്യൽ പ്രഷർ സെൻസിറ്റീവ് പെൻ. ഇനി ഹാർഡ് പ്രഷർ പ്രൊഡ്യൂസസ് thick lines and soft pressure produces thin lines on the screen. It is commonly used by graphic designers, engineers, etc. പിന്നെ വരുന്നതാണ് ടച്ച് പാഡ്. ടച്ച് പാഡും പോയിന്റിംഗ് ഡിവൈസ് തന്നെയാണ്. നമ്മൾ ലൈറ്റ് പെൻ മൗസ് പോയിന്റിംഗ് ആണ്, ലൈറ്റ് പെൻ പോയിന്റിംഗ് ആണ്, ടച്ച് സ്ക്രീൻ പോയിന്റിംഗ് ആണ്, അതേപോലെ തന്നെ ടച്ച് പാഡും പോയിന്റിംഗ് ഡിവൈസ് ആണ്. അത് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിന്റെ കൂട്ടത്തിൽ വരുന്ന അല്ലെങ്കിൽ എക്സ്റ്റേണൽ കീബോർഡ്സിലും ചില എക്സ്റ്റേണൽ കീബോർഡ്സിലും അതേപോലെ തന്നെ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സിലും ഒക്കെ മൗസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ബൈ മൂവിങ് ഫിംഗേഴ്സ് ഓൺ ദ ടച്ച് പാഡ്. നമ്മൾ മൗസ് മൂവ് ചെയ്യുന്നതിന് പകരം, കൈകൊണ്ട് പിടിച്ച് മൗസ് മൂവ് ചെയ്യുന്നതിന് പകരം ഈ ടച്ച് പാഡിൽ ഫിംഗേഴ്സ് മൂവ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന ടച്ച് പാഡ്. ഇപ്പോൾ ടച്ച് പാഡ് എന്ന് പറയുന്നത് പോയിന്റിംഗ് ഡിവൈസ് ആണ്. ലാപ്ടോപ്സിലൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മൗസിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഫിംഗേഴ്സ് ടച്ച് പാഡിൽ കൂടെ മൂവ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി 7th വൺ ആണ് ജോയ്സ്റ്റിക്. ജോയ്സ്റ്റിക് എന്ന് പറയുന്നതും പോയിന്റിംഗ് ഡിവൈസ് ആണ്. റോബോട്ട്സിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ഗെയിം കളിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ജോയ്സ്റ്റിക്ക് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അത് എന്താണ് മൗസിന് പകരമായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ജോയ്സ്റ്റിക്കും ഒരു ഇൻപുട്ട് പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടും റോബോട്ടിനെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. 8ാമത്തേതാണ് മൈക്രോഫോൺ. മൈക്രോഫോൺ സൗണ്ട് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് മൈക്രോഫോൺ, സൗണ്ട് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 9ാമത്തേതാണ് സ്കാനർ. സ്കാനർ എന്ന് പറയുന്നത് എന്തിനാണ്? പിക്ചർ, ടെക്സ്റ്റ് ഇതേപോലെയുള്ള ഡാറ്റയൊക്കെ കമ്പ്യൂട്ടറിലേക്ക് ഡിജിറ്റൽ ഫോമിലേക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിജിറ്റൽ ഫോമാക്കി കമ്പ്യൂട്ടറിലേക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് സ്കാനർ. അതായത് പിക്ചർ, ടെക്സ്റ്റ് എക്സെട്ര, ഇമേജസ്, ടെക്സ്റ്റ് ഇതിനെയൊക്കെ ഡിജിറ്റൽ ഫോർമാറ്റിലാക്കി കമ്പ്യൂട്ടറിലേക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാനർ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിക്കുന്നത്. സ്കാനറിൻ്റെ പല ടൈപ്പ് ഉണ്ട്, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അതൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. അടുത്താണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ് അല്ല. ഈ സ്കാനർ വരെയുള്ളത് എന്താണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ എന്താ ബാക്കി എങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത് എന്താണ്? ഈ ആൻസർ ഷീറ്റ്സ് ഒക്കെ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഷീറ്റ്സ് ഒക്കെ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ബാർകോഡ് റീഡറും ക്വിക്ക് റെസ്പോൺസ് കോഡ് റീഡറും അതറിയാം. നമ്മൾ ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആണ്. ബാർകോഡിൽ നിന്നും വാല്യൂവിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ QR കോഡ് റീഡ് ചെയ്യാൻ. ബയോമെട്രിക് സെൻസർ എന്ന് പറയുന്നത് ഹ്യൂമൻ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിംഗർ പ്രിന്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഐറിസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന, ഹ്യൂമൻ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബയോമെട്രിക് സെൻസർ. സ്മാർട്ട് കാർഡ് റീഡർ എന്ന് പറയുന്നത് ATM കാർഡ്. സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. ദാറ്റ് ക്യാൻ സ്റ്റോർ ആൻഡ് ട്രാൻസാക്ട് ഡാറ്റയെ സ്റ്റോർ ചെയ്യാനും ട്രാൻസാക്ട് ചെയ്യാനും പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് കാർഡിൽ നിന്നും ഡാറ്റയെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ATM കാർഡിൽ നിന്നോ ഒക്കെ ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിം കാർഡ്, ATM കാർഡിൽ നിന്നൊക്കെ ഡാറ്റ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് സ്മാർട്ട് കാർഡ് റീഡർ. ലാസ്റ്റ് വൺ ആണ് ഡിജിറ്റൽ ക്യാമറ. ഫോട്ടോസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസാണ് ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ആദ്യത്തെ ഒരു എവിടെയാണ് സ്കാനർ വരെയുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പഠിക്കുക. അതിൻ്റെ ഒരുപാട് സബ് ഡിവിഷൻസിലേക്കൊന്നും പോകണ്ട. ഞാൻ പറഞ്ഞ അത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. പിന്നെ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസസ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉള്ള ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഔട്ട്സൈഡ് വേൾഡിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ്.
ഔട്ട്പുട്ട് ഡിവൈസസ് 5 എണ്ണാണുള്ളത്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിന്റേഴ്സ്, പ്ലോട്ടേഴ്സ്, 3D പ്രിന്റർ, സ്പീക്കർ. 5 ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആണ് വീഡിയോ അല്ലെങ്കിൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തും നിങ്ങൾ സബ് ഡിവിഷൻസ് എന്തൊക്കെയുണ്ട് എന്ന് മാത്രം പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻസിലേക്കൊന്നും പോകണ്ട ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് 5 എണ്ണം ഉണ്ട്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, അതേപോലെ തന്നെ പ്രിന്റേഴ്സ്, പ്ലോട്ടേഴ്സ്, 3D പ്രിന്റേഴ്സ്, സ്പീക്കേഴ്സ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, വീഡിയോ, ഇൻഫർമേഷൻ ഇതിനെയൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും നോക്കണമെന്നില്ല, നിങ്ങൾ അതിൻ്റെ ടൈപ്സ് നോക്കി വെക്കുക. 3 ടൈപ്പിലാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്: കാത്തോഡ് റേ ട്യൂബ് മോണിറ്റർ, ഫ്ലാറ്റ് പാനൽ മോണിറ്റർ, LCD പ്രൊജക്ടർ. അതിൻ്റെ അകത്ത് കാത്തോഡ് റേ ട്യൂബ് മോണിറ്റർ എന്ന് പറയുന്നത് ഓൾഡ് ടെലിവിഷൻ സെറ്റ് പോലെ പുറകോട്ട് നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള മോണിറ്ററിനെയാണ് നമ്മൾ കാത്തോഡ് റേ ട്യൂബ് മോണിറ്റർ എന്ന് പറയുന്നത്. ഓൾഡ് ടെലിവിഷൻ സെറ്റ് പോലെയുള്ള മോണിറ്ററാണ് കാത്തോഡ് റേ ട്യൂബ് മോണിറ്റർ. ഇനി ഫ്ലാറ്റ് പാനൽ മോണിറ്റർ എന്ന് പറയുന്നത് അത് ലൈറ്റ് വെയിറ്റ് ആണ്, പവർ കുറച്ചേ കൺസ്യൂം ചെയ്യുള്ളൂ, കൊണ്ട് നടക്കാൻ എളുപ്പമാണ്, കൂടുതൽ ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ളതാണ് ഫ്ലാറ്റ് പാനൽ മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓർത്തിരിക്കണം. ഫ്ലാറ്റ് പാനൽ മോണിറ്റർ എന്ന് പറയുന്നത് വെയിറ്റ് കുറവാണ്, പിന്നെ പവർ കുറവാണ്, കുറച്ച് ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഫ്ലാറ്റ് പാനൽ മോണിറ്റേഴ്സിൻ്റെ പ്രത്യേകതയാണ്. അതിൻ്റെ ടൈപ്സ് നോക്കി വെക്കുക: LCD മോണിറ്റർ, LED മോണിറ്റർ, പ്ലാസ്മ മോണിറ്റർ, OLED മോണിറ്റർ. അത് എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കേണ്ട, ഇത്ര എണ്ണം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് വണ്ണിൽ പഠിക്കുക. മോണിറ്റർ അല്ലെങ്കിൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, വീഡിയോ ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഉപയോഗിക്കുന്നത്. CRT മോണിറ്റേഴ്സും ഫ്ലാറ്റ് പാനൽ മോണിറ്റേഴ്സും ഉണ്ട്. CRT മോണിറ്റേഴ്സ് എന്ന് പറയുന്നത് പഴയ ടെലിവിഷൻ സെറ്റ് പോലെയുള്ള മോണിറ്റേഴ്സാണ് CRT മോണിറ്റേഴ്സ്. പിന്നെ ഫ്ലാറ്റ് പാനൽ മോണിറ്റർ എന്ന് പറയുന്നത് they are thin, lightweight, they consume less power and emit less heat. ഇനി അതിൻ്റെ ടൈപ്സ് LCD, LED, പ്ലാസ്മ, OLED. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മോണിറ്ററിൽ അത്രയും പഠിച്ചാൽ മതി. പക്ഷേ പ്രിൻ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻ്റർ എന്ന് പറയുന്ന സെക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. പ്രിൻ്ററിലെ മുഴുവൻ സബ് ഡിവിഷൻസും കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഈ ഔട്ട്പുട്ട് യൂണിറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത് പ്രിൻ്റർ എന്ന് പറയുന്ന സെക്ഷനാണ്. ബാക്കി ഔട്ട്പുട്ട് യൂണിറ്റിലെ ബാക്കി സെക്ഷനിൽ നിന്നൊന്നും ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചു, ഫോക്കസ് ഏരിയ തന്നിട്ടില്ലെങ്കിൽ പോലും ബാക്കി സെക്ഷനിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. ഈ പ്രിൻ്റർ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് ഈ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നതിലെ ഏറ്റവും കൂടുതൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉറപ്പായിട്ടും പ്രിൻ്റർ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നുണ്ടാവും. അപ്പോൾ പ്രിൻ്റർ എന്ന് പറയുന്ന സെക്ഷനും അതിൻ്റെ സബ് ഡിവിഷൻസും കൃത്യമായിട്ടും അരച്ച് കലക്കി കുടിച്ചിരിക്കണം. അപ്പോൾ പ്രിൻറ്റേഴ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്രിൻ്റർ ഹാർഡ് കോപ്പി ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഹാർഡ് കോപ്പി ഔട്ട്പുട്ടിൻ്റെ പ്രത്യേകത, ഔട്ട്പുട്ട് 2 രീതിയിലുണ്ട്: സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ടും ഹാർഡ് കോപ്പി ഔട്ട്പുട്ടും. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ മാത്രം പറ്റുന്ന ഒരു ഔട്ട്പുട്ടാണ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്. പിന്നീടത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിലവിൽ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം പറ്റുന്ന ഒരു ഔട്ട്പുട്ടാണ്, ഇലക്ട്രോണിക് ഔട്ട്പുട്ടാണ് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട്. അതേസമയം ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് എന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് പോലെ, പ്രിൻ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, പിന്നീട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫയൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസാണ് പ്രിൻ്റർ എന്ന് പറയുന്നത്. പ്രിൻ്റർ 2 രീതിയിലുണ്ട്: ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സും നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സും. 2 സബ് ഡിവിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കണം. ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സും നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സും ഉണ്ട്. അതിൻ്റെ അകത്ത് ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പേപ്പറിനെ ടച്ച് ചെയ്ത് പേപ്പറിലേക്ക് ഒരു പിന്ന് വെച്ച് സ്ട്രൈക്ക് ചെയ്ത്, ഹാമർ വെച്ച് സ്ട്രൈക്ക് ചെയ്ത് ഇമേജസ് ഫോം ചെയ്യുന്ന രീതിയിലുള്ള പ്രിൻറ്റേഴ്സാണ് ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ്. ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് ഫോംസ് ഇമേജസ് ഓൺ ദ പേപ്പർ ബൈ സ്ട്രൈക്കിംഗ് ഇറ്റ് യൂസിങ് എ ഹാമർ വെച്ച് ഈ പേപ്പറിലേക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് ഇമേജസ് ഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രിൻറ്റേഴ്സിനെയാണ് ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് എന്ന് പറയുക. ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ എക്സാമ്പിളാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ എക്സാമ്പിളാണ്. ഇനി രണ്ടാമത്തേതാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ്. നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് പ്രൊഡ്യൂസസ് ഇമേജസ്
വിതൗട്ട് ടച്ചിങ് ദ പേപ്പർ. പേപ്പറിനെ ടച്ച് ചെയ്യാതെ തന്നെ ഇമേജസ് ഫോം ചെയ്യുന്ന രീതിയിലുള്ള പ്രിന്റേഴ്സ് ആണ് നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ്. നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ് 3 എണ്ണാണുള്ളത്. ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ ആൻഡ് തെർമൽ പ്രിന്റർ. 3 നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ പ്രിന്റർ എന്ന് പറയുന്ന ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. 2 തരത്തിലുള്ള പ്രിന്ററുകളുണ്ട്, ഇമ്പാക്റ്റ് പ്രിന്ററുകളും നോൺ ഇമ്പാക്റ്റ് പ്രിന്ററുകളും. അതിൻ്റെ അകത്ത് ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ ഹാമർ വെച്ച് സ്ട്രൈക്ക് ചെയ്തിട്ട് ഇമേജ് ഫോം ചെയ്യുന്നതാണ് ഇമ്പാക്റ്റ് പ്രിന്റർ. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഇനി രണ്ടാമത്തേത് പേപ്പറിനെ ടച്ച് ചെയ്യാതെ തന്നെ ഇമേജ് ഫോം ചെയ്യുന്ന തരത്തിലുള്ള പ്രിന്റേഴ്സ് ആണ് നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ്. അത് 3 എണ്ണാണുള്ളത്, ഇങ്ക്ജെറ്റ്, ലേസർ, തെർമൽ. ഇനി ഒരു പ്രിന്ററിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക. അതിൻ്റെ റെസൊല്യൂഷനും സ്പീഡും. റെസൊല്യൂഷൻ ഓഫ് ദ പ്രിന്റർ ആൻഡ് ദ സ്പീഡ് ഓഫ് ദ പ്രിന്റർ. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഡോട്ട്സ് പെർ ഇഞ്ചിലാണ് നമ്മൾ മെഷർ ചെയ്യുക. 1 ഇഞ്ച് സ്ഥലം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര ഡോട്ട്സ് ഉണ്ട്, ഡോട്ട്സ് പെർ ഇഞ്ചിലാണ് നമ്മൾ റെസൊല്യൂഷൻ മെഷർ ചെയ്യുന്നത്. സ്പീഡിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ്, ലൈൻസ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ പേജസ് പെർ മിനിറ്റ്, ലൈൻസ് പെർ മിനിറ്റ്. ഇപ്പോൾ ക്യാരക്ടേഴ്സ്, 1 സെക്കൻഡിൽ എത്ര ക്യാരക്ടേഴ്സിനെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ 1 മിനിറ്റിൽ എത്ര ലൈൻ ഓഫ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ 1 മിനിറ്റിൽ എത്ര പേജസിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമ്മൾ പ്രിന്ററിന്റെ സ്പീഡിനെ മെഷർ ചെയ്യുക. അപ്പോൾ ഒരു പ്രിന്ററിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെഷർമെന്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക, റെസൊല്യൂഷനും സ്പീഡും. റെസൊല്യൂഷൻ ഡോട്ട്സ് പെർ ഇഞ്ചിൽ മെഷർ ചെയ്യും. ഇനി സ്പീഡ് ആണെങ്കിലോ ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ ലൈൻസ് പെർ മിനിറ്റ്, അല്ലെങ്കിൽ പേജസ് പെർ മിനിറ്റിലാണ് നമ്മൾ പ്രിന്ററിന്റെ സ്പീഡ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്രിന്ററിനെ കുറിച്ച് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി പ്രിന്ററിന്റെ ടൈപ്സ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 ടൈപ്പ്: ഡോട്ട് മെട്രിക്സ്, ഇങ്ക്ജെറ്റ്, ലേസർ, തെർമൽ. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക്കലി ആക്ടിവേറ്റഡ് പിന്നുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രിന്റ് ഹെഡിൽ കുറേ പിന്നുകളുണ്ട്. ഈ പിന്നുകൾ വെച്ചിട്ട് ഒരു ഇങ്ക്ഡ് റിബൺ ഉണ്ട്, ഇങ്ക്ഡ് റിബൺ. അപ്പോൾ ഈ ഇങ്ക്ഡ് റിബണിനെ സ്ട്രൈക്ക് ചെയ്യും. ഈ ഇങ്ക്ഡ് റിബൺ പോയിട്ട് ഈ പേപ്പറിനെ ടച്ച് ചെയ്യുമ്പം ഈ പറയുന്ന ഈ പിന്നിൽ ഉള്ള ഇമേജ് എന്താണോ അത് പേപ്പറിലേക്ക് ഫോം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് പറയുന്നത്. ഹാമർ വെച്ച് സ്ട്രൈക്ക് ചെയ്ത് പേപ്പറിലേക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് പറയുന്നത്. അപ്പം ഡോട്ട് മെട്രിക്സ് പ്രിന്റർ അല്ലെങ്കിൽ DMP എന്ന് പറയുന്നത് ഒരു ഇമ്പാക്റ്റ് പ്രിന്റർ ആണ്. അതിൻ്റെ അകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക്കലി ആക്ടിവേറ്റഡ് പിന്നുകളാണ് അതിൻ്റെ അകത്തുള്ളത്. ഈ പിന്നുകൾ വെച്ച് സ്ട്രൈക്സ് ഓൺ ദ ഇങ്ക്ഡ് റിബൺ ടു ഫോം ഇമേജ് ഓൺ പേപ്പർ. ഇങ്ക്ഡ് റിബണിലേക്ക് ഈ ഹാമർ വെച്ച് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് പേപ്പറിൽ ഇമേജ് ഫോം ചെയ്യുക. ഇനി അത് ഭയങ്കര നോയ്സിയാണ്, അതേപോലെ തന്നെ സ്ലോ ആണ്. ഭയങ്കര സ്ലോ ആണ്, ഭയങ്കര നോയ്സിയാണ്. ഈ സ്ട്രൈക്ക് ചെയ്യുന്ന ഒച്ച ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഷോപ്പുകളിൽ, ക്യാഷ് കൗണ്ടറുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സൂപ്പർ മാർക്കറ്റുകളിലോ ക്യാഷ് കൗണ്ടറുകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഡോട്ട് മെട്രിക്സ് പ്രിന്ററുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം അതിൻ്റെ പ്രിന്റിംഗ് കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ അതേപോലെ തന്നെ കാർബൺ കോപ്പി എടുക്കാൻ പറ്റും. ഡോട്ട് മെട്രിക്സ് പ്രിന്ററിൽ ഒരേ കാര്യത്തിന് തന്നെ കാർബൺ കോപ്പി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്ററിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇമ്പാക്റ്റ് പ്രിന്റർ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത് ഒരു ഇമ്പാക്റ്റ് പ്രിന്റർ ആണ്. ഒരു ഇങ്ക്ഡ് റിബണിലേക്ക് ഹാമർ വെച്ച് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് പേപ്പറിൽ ഇമേജ് ഫോം ചെയ്യുന്നത്. നോയ്സി, ഒരുപാട് ഒച്ച ഉണ്ടാക്കും, ഭയങ്കര സ്ലോ ആണ്. പിന്നെ അത് എന്താണ്, പ്രിന്റിംഗ് കോസ്റ്റ് കുറവാണ്, കാർബൺ കോപ്പീസ് എടുക്കാൻ പറ്റും എന്നുള്ള 2 അഡ്വാൻറ്റേജസും ഇതിനുണ്ട്. ഇതാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഇനി രണ്ടാമത്തേതാണ് ഇങ്ക്ജെറ്റ് പ്രിന്റർ. ഇങ്ക്ജെറ്റ് പ്രിന്റർ വർക്ക് ചെയ്യുന്നത് അത് നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ആണ്. പേപ്പറിനെ ടച്ച് ചെയ്യില്ല, നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ആണ്. ഈ അതിൻ്റെ പ്രിന്റ് ഹെഡിൽ എന്താണ് പല കളറിലുള്ള ഇങ്കുകൾ ഉണ്ടാവും, ഇങ്ക് ബോട്ടിൽ. ആ ഇങ്ക് ബോട്ടിലിൽ നിന്ന് എന്ത് ചെയ്യും, ഇങ്ക് പേപ്പറിലേക്ക് സ്പ്രേ ചെയ്തിട്ടാണ് ഇമേജസ് ഫോം ചെയ്യുന്നത്. ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഇങ്ക് ഈസ് സ്പ്രേഡ് ടു ദ പേപ്പർ ടു ഫോം ഇമേജ്. ഈ ഇങ്കിൻ്റെ ഡ്രോപ്ലെറ്റ്സിനെ പേപ്പറിലേക്ക് സ്പ്രേ ചെയ്തിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അതാണ് ഇങ്ക്ജെറ്റ് പ്രിന്ററിന്റെ പ്രത്യേകത. ഇനി ഇങ്ക്ജെറ്റ് പ്രിന്റർ എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇങ്ക്ജെറ്റ് പ്രിന്റർ എന്താണ് ചീപ്പാണ്. പ്രിന്ററിന്റെ കോസ്റ്റ് കുറവാണ്, പക്ഷെ അതിന്റെ ഇങ്കിന്റെ കോസ്റ്റ് കൂടുതലാണ്. ഇങ്കിന് പൈസ കൂടുതലാണ്, പക്ഷെ പ്രിന്ററിന് കോസ്റ്റ് കുറവാണ്. ഇനി മൂന്നാമത്തേതാണ് ലേസർ പ്രിന്റർ. ലേസർ പ്രിന്ററാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ലേസർ പ്രിന്ററാണ്. ലേസർ പ്രിന്റർ പ്രൊവൈഡ്സ് ദ
ബെസ്റ്റ് ക്വാളിറ്റി ഔട്ട്പുട്ട്. ഇനി നമുക്ക് ഇമേജിനെ എന്ത് ചെയ്യും, നമുക്ക് ഈ ലേസർ പ്രിന്ററിന്റെ മെയിൻ കോമ്പണന്റ് എന്ന് പറയുന്നത് ഒരു ഡ്രമ്മാണ്, ഒരു ഡ്രം. ഈ ഡ്രമ്മിലേക്ക് പ്രിന്റ് ചെയ്യേണ്ട ഇമേജിനെ ലേസർ ബീംസ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, പ്രൊജക്റ്റ് ചെയ്യും. എന്താണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ആ പ്രിന്റ് ചെയ്യേണ്ട ഇമേജിനെ ലേസർ ബീംസ് ഉപയോഗിച്ച് ഈ ഡ്രമ്മിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. അതിനുശേഷം ഈ ഡ്രമ്മിലേക്ക് ടോണർ പൗഡറിനെ വിതറും. ടോണർ പൗഡർ ഇതിനകത്തേക്ക് ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഈ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ടോണർ പൗഡർ ലേസർ ബീംസ് വെച്ച് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് മാത്രം അതെന്ത് ചെയ്യും, സ്റ്റിക്ക് ചെയ്യും. ബാക്കിയുള്ളതെല്ലാം താഴേക്ക് വീഴും. എന്നിട്ട് ആ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ടോണർ പൗഡറിനെ എന്ത് ചെയ്യും, പേപ്പർ ഇതിന്റെ മുകളിൽ കൂടെ റോൾ ചെയ്യുന്ന സമയത്ത് അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ടോണർ പൗഡർ പേപ്പറിലേക്ക് ഫ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ലേസർ പ്രിന്ററിലെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലേസർ പ്രിന്റർ പ്രൊഡ്യൂസസ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഔട്ട്പുട്ട്. ഏറ്റവും ബെസ്റ്റ് പ്രിന്റർ എന്ന് പറയുന്നത്, ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലേസർ പ്രിന്ററാണ്. അതിൻ്റെ അകത്തൊരു ഡ്രം ഉണ്ട്. ഈ ഡ്രമ്മിലേക്ക് ലേസർ ബീംസ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാനുള്ള ഇമേജിനെ പ്രൊജക്റ്റ് ചെയ്യും. അവിടേക്ക് നമ്മൾ ടോണർ പൗഡർ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ആ ലേസർ ബീംസ് ഉള്ള സ്ഥലത്തേക്ക് ടോണർ പൗഡർ സ്റ്റിക്ക് ചെയ്യും. അതിനുശേഷം ഈ ഡ്രമ്മിൽ കൂടെ പേപ്പർ റോൾ ചെയ്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ടോണർ പൗഡർ പേപ്പറിലേക്ക് ഫ്യൂസ് ആവും. ഇതാണ് ലേസർ പ്രിന്ററിന്റെ വർക്കിംഗ്. ഇനി ലാസ്റ്റ് വണ്ണാണ് തെർമൽ പ്രിന്റർ. തെർമൽ പ്രിന്ററിൻ്റെ അകത്ത് ഒരു സ്പെഷ്യലൈസ്ഡ് തെർമൽ പേപ്പർ യൂസ് ചെയ്യണം. തെർമൽ പേപ്പർ, ഹീറ്റ് സെൻസിറ്റീവ് തെർമൽ പേപ്പർ ഉപയോഗിച്ചാൽ മാത്രമേ തെർമൽ പ്രിന്റർ വർക്ക് ചെയ്യുള്ളൂ. അതിനെ സെലക്റ്റീവായിട്ട് ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സെലക്റ്റീവ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ അകത്ത് എവിടെയൊക്കെയാണോ ഇമേജ് ഫോം ചെയ്യേണ്ടത് ആ സ്ഥലം മാത്രം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആൻഡ് ആവും. അപ്പോൾ ഇപ്പോൾ പേപ്പർ വൈറ്റ് കളറിലാണ് ഉണ്ടാവുക, അതിൻ്റെ അകത്ത് ഹീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ മാത്രം ബ്ലാക്ക് കളറായിട്ട് മാറും. നമ്മുടെ ഈ ടിക്കറ്റ് മെഷീനിൽ നിന്ന് വരുന്ന ടിക്കറ്റൊക്കെ, KSRTCയുടെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒക്കെ ടിക്കറ്റ് മെഷീനിൽ നിന്ന് വരുന്ന ടിക്കറ്റ് നിങ്ങളൊന്ന് ചൂടാക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം, ചൂടാക്കുന്ന സ്ഥലങ്ങൾ അത് കറുത്തു പോകും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് തെർമൽ പേപ്പറാണ്. അപ്പം അത് ഹീറ്റ് സെൻസിറ്റീവ് ആണ്. അത് ചൂടാവുന്ന സ്ഥലം എന്തായിട്ട് മാറും, ബ്ലാക്ക് ആയിട്ട് മാറും. അപ്പോൾ ആ പ്രിന്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ മാത്രം സെലക്റ്റീവായിട്ട് ഹീറ്റ് ചെയ്യാണ് തെർമൽ പ്രിന്ററിൽ ചെയ്യുക. അത് വളരെ ചീപ്പാണ്. പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽസിലൊക്കെയാണ് ഈ തെർമൽ പ്രിന്ററുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ടേബിൾ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു, പ്രിന്റിങ് എങ്ങനെയാണ്, പ്രിന്റിങ് സ്പീഡ്, ക്വാളിറ്റി, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെയുള്ളൊരു ടേബിള് നിങ്ങൾക്ക് ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട് തന്ന സമയത്ത് തന്നിട്ടുണ്ട്, നിങ്ങൾ വരച്ചെടുത്തിട്ടുണ്ടാവും. ഈ ഒരു അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. അതിൻ്റെ ബേസിസിലൊക്കെ ക്വസ്റ്റ്യൻസ് ഈ പ്രിന്റർ എന്ന് പറയുന്നത് കമ്പയർ തെർമൽ പ്രിന്റർ ആൻഡ് ലേസർ പ്രിന്റർ ബേസ്ഡ് ഓൺ സ്പീഡ്, അതൊക്കെ ഈ ടേബിളിലുണ്ട്. അത് നോക്കിയിട്ട് കൃത്യമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. ആ ടേബിളിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. അപ്പോൾ അത്രയാണ് പ്രിന്റേഴ്സിനെ കുറിച്ച് പറയുന്നത്. പ്രിന്റർ എന്ന് പറയുന്ന സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട്. ഇമ്പാക്ട് ആണെങ്കിൽ പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്ത് ഇമേജ് ഫോം ചെയ്യും. നോൺ ഇമ്പാക്ട് ആണെങ്കിൽ പേപ്പറിൽ ടച്ച് ചെയ്യാതെ തന്നെ ഇമേജ് ഫോം ചെയ്യും. ഇമ്പാക്ട് എന്ന് പറയുന്ന സ്പീഡും റെസൊല്യൂഷനാണ് പ്രിന്ററിന്റെ മെഷറിംഗ് യൂണിറ്റ്സ്. ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്ന ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ്. അതിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞു, ഹാമർ വെച്ചിട്ട് ഇങ്ക് റിബണിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇമേജ് ഫോം ചെയ്യും. നോയ്സി ആണ്, സ്ലോ ആണ്. പിന്നെ കാർബൺ കോപ്പീസ് നമുക്ക് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പൈസ കുറവാണ്. പിന്നെ നോൺ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ പേപ്പർ ടച്ച് ചെയ്യുന്നില്ല. 3 എണ്ണം ഉണ്ട്: ഇങ്ക് ജെറ്റ്, ലേസർ, തെർമൽ. ഇങ്ക് ജെറ്റ് ആണെങ്കിൽ ഇങ്ക് സ്പ്രേ ചെയ്തിട്ടാണ് ഇമേജസ് ഫോം ചെയ്യുക. ഇങ്ക് ജെറ്റ് പ്രിന്ററിന്റെ പൈസ കുറവാണെങ്കിലും അതിൻ്റെ ഇങ്കിന് വില കൂടുതലാണ്. ലേസർ പ്രിന്റർ ആണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലേസർ പ്രിന്ററിന് ഡ്രം ഉണ്ട്. ഡ്രമ്മിലേക്ക് ലേസർ ബീംസ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യേണ്ട ഇമേജിനെ പ്രൊജക്റ്റ് ചെയ്യും. അവിടേക്ക് ടോണർ പൗഡർ സ്പ്രെഡ് ചെയ്യും. അത് ഡ്രമ്മിന്റെ മുകളിൽ കൂടെ പേപ്പർ ഹീറ്റ് ചെയ്തുകൊണ്ട് റോൾ ചെയ്യും. ആ സമയത്ത് ആ ടോണർ പൗഡർ ഈ പേപ്പറിലേക്ക് ഫ്യൂസ് ആവും. തെർമൽ പ്രിന്റർ ആണെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് തെർമൽ പേപ്പർ ഉപയോഗിക്കണം. ആ തെർമൽ പേപ്പറിനെ സെലക്റ്റീവായിട്ട് ഹീറ്റ് ചെയ്തിട്ടാണ് ഇമേജസ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത ഡിവൈസാണ് പ്ലോട്ടർ. പ്ലോട്ടർ എന്ന് പറയുന്നത് ഗ്രാഫുകളും മാപ്പുകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് പ്ലോട്ടർ. 2 തരത്തിലുണ്ട്: ഡ്രം പ്ലോട്ടറും ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട, എന്താണെന്ന് പഠിച്ചു വെക്കുക. അതായത് ഗ്രാഫുകളും മാപ്പുകളും ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് പ്ലോട്ടർ. ഇപ്പോൾ ഈ ഫ്ലക്സ് പ്രിന്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സാധാരണ പ്ലോട്ടറാണ് ഉപയോഗിക്കുന്നത്. ഡ്രം പ്ലോട്ടറും ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും ഉണ്ട്. പിന്നെ 3D പ്രിന്റർ എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ ഒബ്ജക്ട്സിനെ പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് 3D പ്രിന്റർ ഉപയോഗിക്കുന്നത്. ലെയർ ബൈ ലെയർ പ്രിന്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നിച്ച് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളല്ല, പ്രിന്റിംഗ് മെഷീൻ തന്നെ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ലെയർ ബൈ ലെയർ ആണ് 3D പ്രിന്റിങ് ചെയ്യുന്നത്. അപ്പോൾ 3 ഡയമെൻഷണൽ ഒബ്ജക്ട്സിനെ പ്രിന്റ് ചെയ്യും. പിന്നെ വരുന്നത് ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ്. ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് സ്പീക്കർ എന്ന് പറയുന്നത്
ഓഡിയോ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്പീക്കർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഡയഫ്രം ഉണ്ട്. ഈ ഡയഫ്രം ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ് ചെയ്യുമ്പോഴാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഡയഫ്രത്തിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു സെക്ഷനും അതേപോലെ തന്നെ ബോറിംഗ് ആയിട്ടുള്ളൊരു സെക്ഷനുമാണ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ അത്രയും ഇൻപുട്ട് ഡിവൈസസും പറഞ്ഞ പോലെ ഔട്ട്പുട്ട് ഡിവൈസസും പഠിക്കാം. അപ്പോൾ പ്ലോട്ടർ എന്താണ്, 3D പ്രിൻ്റർ എന്താണ്, അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ് എന്താണെന്നൊക്കെ പഠിക്കണം, വീഡിയോ എന്താണെന്ന് പഠിക്കണം. പ്രിൻ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട സെക്ഷനുമാണ്. ഇനി ഇ വേസ്റ്റും ഡിസ്പോസൽ മെത്തേഡ് മാത്രമേ ഉള്ളൂ. അത് ഒരു 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇ വേസ്റ്റ് എന്ന് പറയുന്നത് ദേ ആർ ഇലക്ട്രോണിക് വേസ്റ്റ് നിയറിംഗ് ദ എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ്. ഉപയോഗപ്രദമായ കാലഘട്ടം കഴിഞ്ഞ ഇലക്ട്രോണിക് ഉപകരണങ്ങളെയാണ് നമ്മൾ ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. അത് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും എൻവയോൺമെൻറ്റൽ ഇഷ്യൂസും ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രോപ്പറായിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി ഇ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് ഇ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്? ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ 3 മാർക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഉറപ്പായിട്ടും ചോദിക്കും. വേറെ ഒരു ക്വസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഇത്ര ഉറപ്പ് പറയില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. ഇ വേസ്റ്റിൻ്റെ ഡിസ്പോസൽ മെത്തേഡ്സും ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അപ്പോൾ ഇ വേസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വേസ്റ്റ് നിയറിംഗ് ദ എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ്. ഉപയോഗപ്രദമായ കാലഘട്ടം കഴിഞ്ഞതാണ് ഇ വേസ്റ്റ്. അത് ഹെൽത്ത് ഇഷ്യൂസും എൻവയോൺമെൻറ്റൽ ഇഷ്യൂസും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കും. ഇനി ഇ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മെത്തേഡ്സ് ആണുള്ളത്. റീയൂസ്, റീസൈക്കിൾ, പിന്നെ ഇൻസിനറേഷൻ ആൻഡ് ലാൻഡ് ഫില്ലിംഗ്. ഇത് നിങ്ങൾ പച്ചവെള്ളം പോലെ പഠിക്കണം. അത് പച്ചവെള്ളം പോലെ പഠിക്കാന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിചാരിക്കുന്നു. ഇൻസിനറേഷൻ, ലാൻഡ് ഫില്ലിംഗ് ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ റീയൂസ്, റീസൈക്കിൾ. ഇ വേസ്റ്റ് എന്താണെന്ന്, യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഇ വേസ്റ്റ്, അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള 4 മെത്തേഡ്സ് ആണ് റീയൂസ്, റീസൈക്കിൾ, ഇൻസിനറേഷൻ ആൻഡ് ലാൻഡ് ഫില്ലിംഗ്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് റീയൂസ്. റീയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ ആൾക്കാർക്ക് അത് ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കേടായ ഉപകരണം നന്നാക്കി വീണ്ടും ഉപയോഗിക്കുക. ഇതിനെയൊക്കെയാണ് നമ്മൾ റീയൂസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു സാധനം കേടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ നന്നാക്കി ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ റീയൂസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് റീസൈക്കിൾ. റീസൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് ന്യൂ ഇക്വിപ്മെൻറ്റ് ഫ്രം ഫോൾട്ടി ഇ വേസ്റ്റ്. ഇ വേസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ഫോൾട്ടി ഇലക്ട്രോണിക് ഡിവൈസിൽ നിന്നും നമ്മൾക്ക് ഉപയോഗപ്രദമായ വേറെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ റീസൈക്ലിംഗ് എന്ന് പറയുക. റീസൈക്ലിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ന്യൂ ഇക്വിപ്മെൻറ്റ് ഫ്രം ദ ഫോൾട്ടി ഇക്വിപ്മെൻറ്റ്. ഇനി മൂന്നാമത്തേതാണ് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഓർ ബേണിംഗ് ദ ഇ വേസ്റ്റ് ഇൻ കംപ്ലീറ്റ് കമ്പഷൻ എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ടും കത്തി ചാമ്പലാക്കി കളയുക, അതാണ് കംപ്ലീറ്റ് കമ്പഷൻ. അപ്പോൾ നമ്മുടെ ഇ വേസ്റ്റിനെ ഒരു വലിയ ഇൻസിനറേറ്റർ എന്ന് പറയുന്ന ഒരു പാത്രത്തിൽ ഇട്ടിട്ട്, ഒരു വെസലിൽ ഇട്ടിട്ട് ഹൈ ടെമ്പറേച്ചറിൽ അതിനെ കത്തിച്ച് കളയുന്നതിനെയാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ബേണിംഗ് ദ ഇ വേസ്റ്റ് ഇൻ സ്പെഷ്യൽ കണ്ടെയ്നേഴ്സ് നോൺ ആസ് ഇൻസിനറേറ്റേഴ്സ് ഇൻ ഹൈ ടെമ്പറേച്ചർ. ഉയർന്ന താപനിലയിൽ അതിനെ കത്തിച്ച് കളയുക. പ്രത്യേകമായിട്ടുള്ള ഒരു വെസലിൽ, വെറുതെ ഇട്ട് കത്തിച്ച് കളയരുത്. പ്രത്യേകമായിട്ടുള്ള വെസലിൽ അധികം അതിൻ്റെ അകത്തു നിന്നുള്ള എമിഷൻസ് ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള സ്പെഷ്യൽ വെസലിൽ അതിനെ ഇട്ടിട്ട് ഹൈ ടെമ്പറേച്ചറിൽ കത്തിച്ച് കളയുന്നതാണ് ഇൻസിനറേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ലാൻഡ് ഫില്ലിംഗ്. ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് ഹ്യൂജ് ട്രഞ്ചസ്. അത് നമ്മൾ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യാത്തൊരു മെത്തേഡാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. അത് അത്ര നല്ലൊരു മെത്തേഡല്ല, വേറൊരു വഴിയില്ലെങ്കിൽ മാത്രം ചെയ്യുന്നതാണ് ലാൻഡ് ഫില്ലിംഗ്. ഹ്യൂജ് ട്രഞ്ചസ് ആർ മെയ്ഡ് ഓൺ എർത്ത്. ഇ വേസ്റ്റ് ആർ put into the trenches and are covered with thick layer of soil. വലിയ ട്രഞ്ചസ് ഉണ്ടാക്കി അതിൻ്റെ അകത്തേക്ക് ഈ ഇ വേസ്റ്റിനെ ഇട്ടിട്ട് തിക്ക് ലെയർ, വളരെ കട്ടിയുള്ള സോയിലിൻ്റെ ലെയർ, മണ്ണിട്ടിട്ട് മൂടിക്കളയുന്നതാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ ഈ 4 ഇ വേസ്റ്റ് ഡിസ്പോസലിനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. റീയൂസ്, ഇൻസിനറേഷൻ,
റീസൈക്ലിംഗ്, ലാൻഡ് ഫില്ലിംഗ്. റീയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടായി കഴിഞ്ഞാൽ നന്നാക്കി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് കൊടുക്കുക. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയത് നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളാക്കി മാറ്റി ഉപയോഗിക്കുക. ഇൻസിനറേഷൻ, പ്രത്യേകമായിട്ടുള്ള കണ്ടെയ്നേഴ്സിലിട്ടിട്ട് ഹൈ ടെമ്പറേച്ചറിൽ അതിനെ കത്തിച്ച് കളയുക. നാലാമതായിട്ട് ലാൻഡ് ഫില്ലിംഗ്, വലിയ കുഴികൾ ഉണ്ടാക്കി അതിനകത്ത് ഈ വേസ്റ്റ് ഇട്ടിട്ട് തിക്ക് ലെയർ ഓഫ് കട്ടിയുള്ള മണ്ണ് പാളി വെച്ചിട്ട് അതിനെ മൂടിക്കളയുന്നതാണ് ലാൻഡ് ഫില്ലിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പെരുന്നാൾ നാളെയാണോ മറ്റന്നാളാണോ? ബുധനാഴ്ചയാണോ? ബുധനാഴ്ചയാണ് പെരുന്നാൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? നാളത്തെ ക്ലാസ്സിൻ്റെ സമയം ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ഇതിൻ്റെ പരീക്ഷ നടത്താം. ഇന്ന് വൈകുന്നേരം പരീക്ഷ നടത്തുകയാണെങ്കിൽ നാളെ ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നാളെ വൈകുന്നേരം അടുത്ത പരീക്ഷ നടത്താമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ, അപ്പം നാളെ പെരുന്നാളാണെങ്കിൽ നാളെ നടത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യം മുൻകൂട്ടി അത് ചോദിച്ചത്. അപ്പോൾ പെരുന്നാൾ മറ്റന്നാളായതുകൊണ്ട് നാളെ നിങ്ങളെന്താണ്, പെരുന്നാളൊക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് ആഘോഷിക്കുക ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ആഘോഷങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടം ആയതുകൊണ്ട്. അതുകൊണ്ട് നാളെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. പെരുന്നാളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ്. പഠിച്ച് നിങ്ങളുടെ പാരൻസിനെയൊക്കെ സഹായിക്കുക. നിങ്ങളുടെ പാരൻസിന് ഇപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഈ ഇത്രയും ഭാഗത്തിൻ്റെ പരീക്ഷ ഉണ്ടാവും. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗത്തിൻ്റെ ഡിസ്കഷനാണ് ഉണ്ടാവുക. നാളത്തെ ക്ലാസ് എപ്പോഴാണെന്ന് ഞാൻ പിന്നീട് അറിയിക്കാം കേട്ടോ. നാളെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ക്ലാസ്സിൻ്റെ സമയം ഞാൻ പിന്നീട് അറിയിക്കാം. നാളത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, നാളെ നിങ്ങൾ പഠിച്ചിട്ട് വരേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്, കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ലാംഗ്വേജ് പ്രോസസ്സേഴ്സും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് പഠിക്കണം. പിന്നെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇത്രയും കാര്യങ്ങളാണ് നാളത്തേക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഇന്ന് പഠിപ്പിച്ച അത്രയും കാര്യങ്ങൾ, റിവൈസ് ചെയ്ത അത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിയിട്ട് വരേണ്ടത് ഇതാണ്, സിസ്റ്റം സോഫ്റ്റ്വെയറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ലാംഗ്വേജ് പ്രോസസ്സേഴ്സും പിന്നെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വരിക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ഈ പാഠത്തിൻ്റെ പരീക്ഷ ഉണ്ടാവും. നന്നായിട്ട് പഠിക്കുക. നാളെ വൈകുന്നേരം ഇതിൻ്റെ ബാക്കി ഭാഗത്തിൻ്റെ പരീക്ഷ, നാളെ ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം ഇതിൻ്റെ ബാക്കി ഭാഗത്തിൻ്റെ പരീക്ഷയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ പേര് എഴുതിയിട്ട് എക്സിറ്റ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക.